നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ നിൽക്കുന്ന ശക്തികളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആത്മാവിൽ ജയിച്ചു മുന്നേറാൻ ഈ 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ പറയും, ഈ വർഷം എനിക്ക് എന്റെ ദൈവം വലിയ ജയം നൽകി, സകലത്തിന്റെ മേളിലും എനിക്ക് ജയം നൽകി. ഞാൻ പരാജയപ്പെടുമെന്ന് ചിന്തിച്ച മേഖലയിൽ, ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ച മേഖലയിൽ എന്റെ ദൈവം എനിക്ക് ജയം നൽകി. നമ്മുടെ ഫോക്കസ് മാറരുത്. നമ്മുടെ ഫോക്കസ് മാറ്റാനാണ് പല ഇൻസിഡന്റുകളും പിശാച് ഉണ്ടാക്കുന്നത്. പിടികിട്ടിയോ? എനിക്കറിയാം, വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മക്കളുമാർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറ്റി ഇതിലേക്കാകരുത്. ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഇതിലിരിപ്പുണ്ട്. മക്കളെ ഓർത്ത്, തലമുറകളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇതിലിരിപ്പുണ്ട്. നിങ്ങൾ അതിനകത്ത് ശ്രദ്ധ വെച്ച് അങ്ങ് വറീഡായി, ആങ്ഷ്യസ് ആയി, ടെൻഷനായി കിടക്കുമ്പോൾ പിശാചിന് കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ എളുപ്പമാവും. എന്നാൽ നിങ്ങൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കണ്ണുകൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിങ്ങൾ പോകുന്നെന്ന് കണ്ടാൽ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. സകല സാഹചര്യങ്ങളും മാറാൻ തുടങ്ങും. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. എബ്രായർ 12:2 എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. മക്കളെ, വീട് ശ്രദ്ധിച്ചോ? അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി, സന്തോഷം ഓർത്തു. എന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുക. പക്ഷെ തന്റെ മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്തു. കർത്താവിന്റെ കേസിൽ വേറെ കേട്ടോ, ഇത് ഞങ്ങളുടെ കേസ് പറഞ്ഞ. കർത്താവിന്റെ കേസിൽ തന്റെ മുമ്പിൽ വെളിപ്പെട്ട എല്ലാ അപവാദത്തെയും അപമാനങ്ങളെയും അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ എന്തുവാ? മലയാളത്തിൽ അതൊരു നല്ല മനസ്സിലാവുന്ന ഒരു ഭാഷയല്ല. വകവെച്ചില്ല, അവൻ അതിനെ വകവെച്ചില്ല, സന്തോഷം ഓർത്തു. എപ്പോഴും ഓർക്കണം, ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുന്നു, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല തിന്മകൾക്കും ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ, ഒരു ചുരുങ്ങിയ കാലമേ ഉള്ളൂ. പക്ഷെ ഒരു ദീർഘകാല അനുഗ്രഹം, വിടുതൽ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച ദൈവത്തിന്. ഈ പ്രതികൂലം നീണ്ടവയല്ല, ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവയല്ല. എന്നും കരച്ചിലല്ല, എന്നും കണ്ണുനീരല്ല, എന്നും പട്ടിണിയല്ല, എന്നും ദാരിദ്ര്യമല്ല. എന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു നന്മ, ഒരു അനുഗ്രഹം, ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. ഇടയ്ക്കൊക്കെ മടുപ്പുണ്ടാകുന്നവരെന്ന് കൈവെക്കാവും. ഇടയ്ക്കൊക്കെ മടുപ്പുണ്ടാകുന്നവരെന്ന് കൈ ഉയർത്താവും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കാതെ മടുക്കാതിരിക്കാൻ 2 കാര്യങ്ങൾ സഭയോട് പറയുന്നു. ഒരു സാഹചര്യവും കണ്ട്, ഒരു തിന്മയും കണ്ട് ക്ഷീണിച്ചു പോകരുത്. ഒരു സിറ്റുവേഷനിലും മടുത്തു പോകരുത്. ഹല്ലേലൂയ. നാഥന് മുൾമുടി നൽകിയ ലോകം നിങ്ങൾക്ക് സ്വർണ്ണ കിരീടം തരൂല. പറഞ്ഞേ, നാഥന് മുൾമുടി നൽകിയ ലോകം എനിക്ക് സ്വർണ്ണ കിരീടം തരികയില്ലെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞില്ല, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരനി. ഇത്ര നല്ലവനായ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരനിക്കെന്തിനാ.
ചേർന്ന് രാമയും പറയാവോ? Amen. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവീൻ. Amen. പരാജയപ്പെട്ടില്ല, പരാജയപ്പെടില്ല, Amen. പരാജയപ്പെട്ടില്ല, അവൻ പരാജയപ്പെടില്ല. Amen. ഈ 2026 the year of great victory ആണ്. I receive it. Amen. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ജയമുണ്ടാകട്ടെ. പാപത്തെ ജയിക്കുന്നവരാകട്ടെ, രോഗത്തെ ജയിക്കുന്നവരാകട്ടെ, പിശാചിനെ ജയിക്കുന്നവരാകട്ടെ, സകല സാഹചര്യങ്ങളെയും ജയിച്ച് മുന്നേറുന്നവരാകട്ടെ. Hallelujah. Hallelujah. Amen. Hallelujah. Hallelujah. ഞാൻ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരോട് പറയുകയാണ്, മിദ്യാന്യ ശക്തികളെക്കാൾ ശക്തനായിരുന്നു ഗിദെയോൻ, അല്ലെങ്കിൽ ഗിദെയോന്റെ ദൈവം. അമാലിയൊക്കെ ശക്തിയേക്കാൾ ശക്തനായിരുന്നു മോശ, അല്ലെങ്കിൽ മോശയുടെ ദൈവം. ഗോലിയാത്തിനേക്കാൾ ശക്തനായിരുന്നു ദാവീദ്, അല്ല ദാവീദിന്റെ ദൈവം. അതുകൊണ്ട് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ നിൽക്കുന്ന ശക്തികളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആത്മാവിൽ ജയിച്ചു മുന്നേറാൻ ഈ 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ പറയും, ഈ വർഷം എനിക്ക് എന്റെ ദൈവം വലിയ ജയം നൽകി, സകലത്തിന്റെ മേളിലും എനിക്ക് ജയം നൽകി. ഞാൻ പരാജയപ്പെടുമെന്ന് ചിന്തിച്ച മേഖലയിൽ, ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ച മേഖലയിൽ എന്റെ ദൈവം എനിക്ക് ജയം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, പിന്നെ ഒരു കാര്യം, നമ്മളെ ആവശ്യമില്ലാത്തവർ ന്യൂനപക്ഷമാണ്, പക്ഷെ നമ്മളെ ആവശ്യമുള്ളവർ ഭൂരിപക്ഷമാണ്. അത് കർത്താവിന്റെ കാര്യത്തിൽ വ്യക്തമല്ലേ? അവിടെ നിന്ന് അലയ്ക്കുന്ന 1-2 പരീശന്മാരാണോ കർത്താവിന്റെ കൂടെ? ലക്ഷങ്ങൾ, 10,000 അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു, യേശു കണ്ടു. ഞാൻ യേശുവിനെ കണ്ടതല്ല അത്ഭുതം, യേശു എന്നെ കണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ പ്രധാനമന്ത്രിയെ എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രധാനമന്ത്രിക്ക് എല്ലാരെയും അറിഞ്ഞൂടാ. പക്ഷെ അത്ഭുത മന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവനെ അറിയാത്തവരെയും അവൻ അറിയാം. ഒരു പക്ഷെ ഇന്ന് വരെ ചേട്ടൻ, ചേച്ചി, ബ്രദർ, സിസ്റ്റർ യേശുവിനെ അറിഞ്ഞ ആളായിരിക്കത്തില്ല, പക്ഷെ നിങ്ങളെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരാന്നും എന്താന്നും. അപ്പൊ യേശു എന്നെ കണ്ടു എന്ന് പറയുന്നതാണ് ഞാൻ അവനെ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതം. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാ. ഞാൻ എന്റെ ദൈവത്തിന്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അവന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ഐ ആം ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അവന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയും. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് ഈ കുരുടന് ബൈബിളിലെ മറ്റ് പല കുരുടന്മാരിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തതയുണ്ടായിരുന്നു. ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? അപ്പൊ ഇത് 9-ാം അധ്യായത്തിലാ ചോദിക്കുന്നേ. കാരണം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായം എഴുതേ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പാപം ചെയ്യരുത്. 9-ാം അധ്യായത്തിൽ വരുമ്പോ ഒരു കുരുടനെ കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു,
ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇതാരുടെ കുറവാ? നിങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരുടെ കുറവാണ്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്തെങ്കിലും ശാപമാണോ? എന്റെ അപ്പനപ്പന്മാർ ചെയ്ത അകൃത്യം കൊണ്ടാണോ? ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ആരുടെ പ്രാക്കാണ്, ശാപമാണ്, തിന്മയാണ്? എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കുന്നത്? ചോദ്യമുണ്ടോ? ശിഷ്യന്മാരിതാ ചോദിച്ചത്. ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ? അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചത് എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നാണ്. ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തുകൊണ്ടാണോ ഇവൻ കുരുടനായെന്ന് ചോദിക്കുമ്പോ എന്താണ്, വാട്ട് ഈസ് റീസൺ? നമ്മളെല്ലാം റീസൺ അന്വേഷിക്കുന്നവരാണ്. നമ്മളെല്ലാം കാരണം അന്വേഷിക്കുകയാണ്. എന്തുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു? ഇത്രയും പ്രാർത്ഥിക്കുന്ന എന്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു? ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ വൈഷമ്യങ്ങൾ സംഭവിക്കുന്നു? എല്ലാവരുടെയും നന്മ മാത്രം പ്രതീക്ഷിച്ച എനിക്ക് എന്റെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? ഈ ചോദ്യം പലരുടെ ഉള്ളിലുണ്ട്. ശിഷ്യന്മാരിതാ ചോദിച്ച, എന്തുകൊണ്ട് ഇവൻ കുരുടനായി? വാട്ട് ഈസ് ദ റീസൺ? ഇവന്റെ പാപമാണോ? ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? പിതാക്കന്മാരുടെ ശാപമാണോ? യേശു മറുപടി പറഞ്ഞത്, എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നുള്ളതിനല്ല, എന്തിനു വേണ്ടി അവൻ കുരുടനായി. എന്തിനു വേണ്ടി അവൻ കുരുടനായി? ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടാനത്രേ. Amen. Jesus. Are you listening me? Yes. Amen. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടില്ല ബ്രദറെ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി? എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ തലയും കുത്തി അന്വേഷിച്ചാലും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടില്ല. പക്ഷെ മറുപടി ഇപ്പുറത്ത് തരാം. എന്തിനു വേണ്ടി ഇത് സംഭവിച്ചു? ലാസറിന്റെ ഭവനത്തിൽ യേശു വരുന്നതിന് മുൻപ് യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടുവാനത്രേ. നിന്റെ സകല പ്രശ്നങ്ങളെയും എന്റെ ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. എന്തുകൊണ്ട് എന്ന് നീ ചോദിച്ച പലതിനും എന്തിനു വേണ്ടിയായിരുന്നു അത് സംഭവിച്ചത്? എന്തിനു വേണ്ടി ദൈവം എന്നെ അതിലൂടെ കടത്തിവിട്ടു? ദൈവം എന്തിനു വേണ്ടി അത് അനുവദിച്ചു? ദൈവം എന്തുകൊണ്ട് ആ സാഹചര്യം അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിനക്ക് ഉയർത്തി പിടിക്കാൻ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ആത്മാവിൽ പിടിച്ചോ, സ്തുതിച്ചോ, ആരാധിച്ചോ, ഏറ്റെടുത്തോ. കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം, ആത്മാവിൽ സ്തുതിക്കാം. ഈ 2026 എന്റെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ തലമുറയുടെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ശുശ്രൂഷയുടെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എന്റെ ബിസിനസിന്റെ മേൽ, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ ആരോഗ്യത്തിൽ ഈ വർഷം ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ ഉണ്ടാകും. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ചോദിച്ചിട്ടും കാര്യമില്ല, എനിക്കതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഓ എന്തിനെന്നു ആ കരങ്ങൾ ഉയർത്തി പാടിയ ചോദിക്കില്ല ഞാൻ. എന്റെ ആ കൈകൾ ഉയർത്തി പറഞ്ഞ് ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നതേ
യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ എന്നെ നടത്തുന്നതേ യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. അതുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞു, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഈ പ്രളയത്തിനപ്പുറത്ത് ഒരരാരത്ത് പർവ്വതം നിനക്കുണ്ട്. Amen. ഈ ചെങ്കടലിനപ്പുറത്ത് ഒരു വാഗ്ദത്ത ദേശം നിനക്കുണ്ട്. Amen. Thank you Holy Spirit. Thank you Holy Spirit. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്, ഈ എരിയുന്ന തീച്ചുളകൾക്കപ്പുറത്ത് നിന്നെ രാജ്യത്തിന്റെ പ്രതിനിധിയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. I receive it. ഈ പൊട്ടക്കിണറുകൾക്കും കാരാഗ്രഹത്തിനും പൊത്തീഫറിന്റെ ഭാര്യ ഉന്നയിക്കുന്ന അപവാദങ്ങൾക്കും അപ്പുറത്ത് നിനക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഒരു പദവിയുണ്ട്. ഇതിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട്. ഈ കല്ലറയ്ക്കും ക്രൂശീകരണത്തിനും അപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്? Thank you Holy Spirit. Thank you Holy Spirit. ഈ കല്ലറകൾ കൊണ്ട് ഞാൻ കഴിയുകയില്ല, ഈ ക്രൂശീകരണം കൊണ്ട് ഞാൻ തീരുകയില്ല. ഈ ചെങ്കടലിന്റെ അവസാനമല്ല, ഈ എരിയുന്ന തീച്ചൂളയോ സിംഹക്കുഴിയോ എന്റെ അവസാനമല്ല, ഈ മിദ്യാന്യ ശക്തികൾ എന്റെ അവസാനമല്ല, ഈ വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യന്മാർ എന്റെ അവസാനമല്ല. ഇതിനപ്പുറത്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയിൽ ഞാൻ പ്രവേശിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറഞ്ഞു.